ബൽരാജ് സാഹിനിയും അദ്ദേഹത്തിൻ്റെ പിന്നെ സഹധർമ്മിണിയായ ദമയന്തി സാഹിനിയും BBC-യിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് സമ്പാദിച്ച പണവുമായി നേരെ ബോംബെയിലോട്ട് വന്ന് PC ജോഷിയെ കണ്ട് ഞങ്ങൾക്ക് ഇപ്റ്റയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് ഇപ്റ്റയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയ ശൈലേന്ദ്ര ഉൾപ്പെടെയുള്ള സാഹിർ ലുധ്വാൻവി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പിൽക്കാലത്ത് പ്രശസ്തരായ ഹിന്ദി ചലച്ചിത്ര ഗാനരചയിതാക്കളായി മാറി. കബി കബി മേര ദിൽ മേ എന്നുള്ള പാട്ടെഴുതിയ സാഹിർ ലുധ്വാൻവിയുടെ സാഹിർ ലുധ്വാൻവി ഇപ്റ്റയുടെ ഏറ്റവും വലിയ സജീവനായ പ്രവർത്തകനായിരുന്നു. കേരളത്തിൽ നിന്ന് പോയവരുടെ കൂട്ടത്തിൽ ONV കുറുപ്പും G ജനാർദ്ദന കുറുപ്പും KS ജോർജും K സുലോചനയും ഉണ്ടായിരുന്നു. കാമ്പിശ്ശേരി കരുണാകരൻ ഉണ്ടായിരുന്നു. O മാധവൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കലാ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്രയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ. അത് യാദൃശ്യമായി ഇങ്ങനെ കുറച്ചു പേര് കൂടി ഒരു സംഘടന ഉണ്ടാക്കാം, നമുക്ക് നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ, അത് രാഷ്ട്രീയമായിരുന്നു അതിന്റെ ഒരു പുറകിലുള്ള കാരണം. സ്വാതന്ത്ര്യസമരം കൊടുമ്പിരിക്കൊള്ളുന്ന സ്വാതന്ത്ര്യസമരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഫേസ് എന്ന് പറയാവുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ശേഷമുണ്ടായ കാലഘട്ടത്തിൽ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ തുടർന്ന് എല്ലാ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ജയിലിൽ കിടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തെ, ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അതേ തീവ്രമായ വികാരത്തോടുകൂടി അതേ തീഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു ആലോചിച്ചുറപ്പിച്ചൊരു തീരുമാനമായിരുന്നു ഇപ്റ്റ ഉൾപ്പെടെയുള്ള പല സംഘടനകളുടെയും രൂപീകരണം. അതിനു മുമ്പ് 1936 ഉണ്ടായ പുരോഗമന സാഹിത്യ സംഘടന അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. എഴുത്തുകാരിലൂടെയും കലാകാരിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനം അതിൻ്റെ ഊർജം നേടുന്നത് എന്ന് മനസ്സിലാക്കിയ കുറേ പേരുണ്ടായിരുന്നു അക്കാലത്ത്. നമ്മൾ തെളിവിരങ്ങുകയും മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും അങ്ങനെ ജയിലിൽ പോവുകയും വെടിയേറ്റ് വീഴുകയും ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ നടക്കുമ്പോൾ തന്നെ അവർക്ക് വഴി കാട്ടിക്കൊണ്ട് അവരെ ഏത് ദിശയിലേക്ക് ആണ് പോകേണ്ടതെന്ന് നയിച്ചുകൊണ്ട് ഒരു കലാ സാംസ്കാരിക പ്രസ്ഥാനം ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനം തന്നെ ഉണ്ടായിരുന്നു. അത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട് ഒരുപാട് പല കേസുകളിൽപ്പെട്ടവരുടെ അതിൻ്റെ നേതാക്കന്മാർ, മീററ്റ് ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, ഇങ്ങനെയുള്ള പല കേസുകളിൽപ്പെട്ട് അതിൻ്റെ നേതാക്കന്മാരെല്ലാം ഒളിവിലും ജയിലിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്നതിന് ശേഷം പൂർണ്ണചന്ദ്ര ജോഷി എന്ന് പറയുന്ന PC ജോഷി, അദ്ദേഹമാണ് ഇങ്ങനൊരു കലാ സാംസ്കാരിക രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുകയോ ചെയ്യുന്നവർ, അതിനുമപ്പുറത്ത് അതിൽ നിന്നൊക്കെ മാറി വിട്ടു നിന്നുകൊണ്ട് പുരോഗമന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ പലരെയും മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഇന്ധനം പകരുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 1936 മുൻഷി പ്രേംചന്ദിൻ്റെ നേതൃത്വത്തിൽ പുരോഗമന സാഹിത്യ സംഘടന ഉണ്ടായത്. വളരെ പിൽക്കാലത്ത് പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ അതിലൂടെയാണ് നമുക്ക് ഈ മുൽക്ക് രാജാനന്ദ് ഉൾപ്പെടെ, മുൽക്ക് രാജാനന്ദൊക്കെ ഫ്രഞ്ച് ചിന്തകനായ റൊമൈൻ റോളങ്ങിൻ്റെ ആശയവുമായി അവരൊക്കെ ഇതിനകത്ത് ഒരു അന്തർദേശീയ തലത്തിൽ തന്നെ അങ്ങനൊരു ആശയം, പുരോഗമന ചിന്ത, അതിനുവേണ്ടി നിലകൊണ്ടവരാണ്. അങ്ങനെയാണ് 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കുറേ കലാകാരന്മാർ ഒരുമിച്ച് കൂടി മെയ് 25 ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഉണ്ടാകുന്നത്. അതിന് പേര് കൊടുത്തത് ഈ പറഞ്ഞ പോലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഹോമി ഭാഭയായിരുന്നു. അദ്ദേഹം ഈ റൊമൈൻ റോളങ്ങിൻ്റെ ആശയം, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ നിന്നാണ് പ്രചോദനം കൊണ്ടാണ് ഈ ഒരു പേരിട്ടത്. പീപ്പിൾസ് തിയേറ്റർ സ്റ്റാർസ് ദ പീപ്പിൾ എന്നാണ്. പീപ്പിൾസ് തിയേറ്റർ എന്ന് പറയുന്ന ജനകീയ കലയിലെ താരങ്ങൾ ജനങ്ങളാണ്, മറ്റാരുമല്ല. അതായിരുന്നു ഇപ്റ്റയുടെ മുദ്രാവാക്യം തന്നെ. അത് ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല, വളരെ പിൽക്കാലത്ത് പ്രശസ്തനായ, അന്ന് തന്നെ അക്കാഡമിക്കലി ഒക്കെ അദ്ദേഹം വളരെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണം എന്ന് പറയാം, അതിനേക്കാൾ ഉപരിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായി ലണ്ടനിൽ പഠിക്കുമ്പോൾ, അവിടെ ഒരു കേംബ്രിഡ്ജിൽ പഠിക്കുമ്പോൾ അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ച കുറേ അധികം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരിൽ മുൻപന്തിയിൽ നിന്ന ഒരാളാണ് പ്രൊഫസർ ഹിരേന്ദ്രനാഥ് മുഖർജി.
അപ്പോൾ പ്രൊഫസർ ഹിരൺ മുഖർജി എന്ന് വിളിക്കപ്പെടുന്ന 1952 ആദ്യത്തെ ഒന്നാമത്തെ പാർലമെന്റ് വന്നു. ഒന്നാമത്തെ ലോക്സഭ മുതൽ 1977 വരെ തുടർച്ചയായി ലോക്സഭാംഗമായിരുന്ന, പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ഓഫ് പാർലമെന്ററി പാർട്ടി ആയിട്ട് പ്രവർത്തിച്ച പ്രൊഫസർ ഹിരൺ മുഖർജി, പ്രശസ്തനായ ചിന്തകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ ഒക്കെയായ ആ ഹിരൺ മുഖർജിയാണ് ഇപ്റ്റയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. PC ജോഷിയായിരുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ. ഇപ്റ്റ രൂപം കൊണ്ട് അധികം താമസിയാതെ തന്നെ ഇപ്റ്റയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ഏറ്റെടുക്കേണ്ടി വന്നു, ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു. അത് 1943 ബംഗാൾ ക്ഷാമമാണ്. ബംഗാൾ ക്ഷാമകാലത്ത് നമുക്കറിയാം ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകളാണ് നിരാലംബരായി വഴിയിൽ മരിച്ചു വീണത്. കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ക്ഷാമമായിരുന്നു അത്. ബ്രിട്ടീഷ് ഭരണകൂടവും അതുപോലെ തന്നെ ബംഗാളിലെ ജന്മിമാരും ഭൂ ഉടമകളും എല്ലാം കൂടെ ചേർന്ന് ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ഒളിപ്പിച്ചു വെച്ച്, അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള അത് അതിർത്തിയിലെ പട്ടാളക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടിയായിരുന്നു ഈ ഭൂ ഉടമകൾ ശ്രമിച്ചത്. അങ്ങനെ പാവപ്പെട്ട മനുഷ്യർക്ക്, സാധാരണക്കാർക്ക്, അതായത് അതുവരെ സാമാന്യ നല്ല നിലയിൽ കഴിഞ്ഞവർക്ക് പോലും ഒരു അരി കഴിക്കാനില്ലാതെ, ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ, കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ പറ്റാതെ വളരെ ഭീകരമായ ഒരു വറുതി എന്ന് പറയുന്ന അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അതാണ് ബംഗാൾ ക്ഷാമം എന്ന് പറയുന്നത്. 2 കാര്യങ്ങളായിരുന്നു ഇപ്റ്റ ചെയ്തത്. അവർക്ക് വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വലിയ ഭക്ഷണശാലകൾ ഇപ്റ്റയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അവിടെ മഹിളാ ആത്മരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അവർ എന്താ പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവർ സ്വയം വിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അവരെ സ്ത്രീകളെ സംരക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് മഹിളാ ആത്മരക്ഷണ സമിതി രൂപം കൊണ്ടത്. രേണു ചക്രവർത്തിയും ഒക്കെ ആയിരുന്നു അതിൻ്റെ നേതാക്കന്മാർ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് PC ജോഷിയുടെ നേതൃത്വത്തിൽ കലാകാരന്മാരുടെ ഒരു വലിയ സംഘം ബംഗാളിലുടനീളം സഞ്ചരിച്ച് കലാപരിപാടികൾ നടത്തി അതിൽ നിന്ന് പണമുണ്ടാക്കി ബംഗാളിന് വെളിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പരിപാടികൾ നടത്തി അവിടെ നിന്നെല്ലാം പണം കണ്ടെത്തി ഈ ബംഗാൾ ക്ഷാമത്തിൽ ഇരയായവരെ സംരക്ഷിക്കാനും അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും ശ്രമിച്ചു. അതായിരുന്നു ഇപ്റ്റ ഏറ്റെടുത്ത ആദ്യത്തെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം. അതിൻ്റെ ഭാഗമായി നേരത്തെ ഇവിടെ പൃഥ്വിരാജ് കപൂറിൻ്റെ പേര് പറഞ്ഞു. പൃഥ്വിരാജ് കപൂറും അദ്ദേഹത്തിൻ്റെ മക്കളായ രാജ് കപൂർ, ഷമ്മി കപൂർ, ശശി കപൂർ എന്ന് പറയുന്ന ചെറിയ ബാലൻ ഉൾപ്പെടെയുള്ള പൃഥ്വിരാജ് കപൂറിൻ്റെ കുടുംബം നയിച്ച ഒരു വലിയ ജാഥ ബോംബെ പട്ടണത്തിലൂടെ നടന്നു. എല്ലാവരും അവരിങ്ങനെ എന്താ പറയണ്ടേ, ഈ പണം പിരിക്കാനുള്ള ഹുണ്ടിക അതിങ്ങനെ അതും നീട്ടി വെച്ചുകൊണ്ടാണ് അവർ ആ ജാഥ നയിച്ചത്. ബോംബെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരെല്ലാം അതിനകത്ത് പങ്കെടുത്തു. ദേവാനന്ദിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ചേതനാനന്ദ്, അനിയൻ വിജയാനന്ദ്, ഇങ്ങനെയുള്ള കലാകാരന്മാർ ഉൾപ്പെടെയുള്ള എത്രയോ കലാകാരന്മാർ. പിന്നീടാണ് ബൽരാജ് സാഹിനിയുടെ വരവ്. ബൽരാജ് സാഹിനിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ദമയന്തി സാഹിനിയും BBC-യിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് സമ്പാദിച്ച പണവുമായി നേരെ ബോംബെയിലോട്ട് വന്ന് PC ജോഷിയെ കണ്ട് ഞങ്ങൾക്ക് ഇപ്റ്റയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ KA അബ്ബാസ്, ഖാജ അഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ, അദ്ദേഹം സംവിധായകനും സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ അബ്ബാസ്, ഇവരെല്ലാവരും ചേർന്ന് ധാരാളം, അപ്പോഴാണ് ഉദയശങ്കറിൻ്റെ, പ്രശസ്തനായ നർത്തകൻ ഉദയശങ്കറിൻ്റെ ഡാൻസ് ട്രൂപ്പ് പിരിച്ചുവിട്ട് അവിടെ നിന്നുള്ള കലാകാരന്മാരെല്ലാം ഇപ്റ്റയിലേക്ക് വരികയാണ്, ഇപ്റ്റയുടെ ഭാഗമാവുകയാണ്. രവിശങ്കർ ആയിരുന്നു ആദ്യത്തെ ഇപ്റ്റയുടെ സംഗീതകാരന്മാരിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ, പണ്ഡിറ്റ് രവിശങ്കർ. അന്ന് അദ്ദേഹം പണ്ഡിറ്റ് രവിശങ്കർ ആയിട്ടില്ല, പക്ഷേ രവിശങ്കർ എന്നുള്ള ചെറുപ്പക്കാരൻ ഈണം പകർന്ന പാട്ടുകളാണ് അന്ന് ഇപ്റ്റ പാടിക്കൊണ്ട് നടന്നത്. അന്ന് ഇപ്റ്റയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയ ശൈലേന്ദ്ര ഉൾപ്പെടെയുള്ള, സാഹിർ ലുത്വാൻവി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പിൽക്കാലത്ത് പ്രശസ്തരായ ഹിന്ദി ചലച്ചിത്ര ഗാനരചയിതാക്കളായി മാറി. കബി കബി മേരാ ദിൽ മേ എന്നുള്ള പാട്ടെഴുതിയ സാഹിർ ലുത്വാൻവിയുടെ സാഹിർ ലുത്വാൻവി ഇപ്റ്റയുടെ ഏറ്റവും വലിയ സജീവനായ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ ശൈലേന്ദ്ര, നമുക്കറിയാം പ്രശസ്തങ്ങളായ ഒരുപാട് ഹിന്ദി ഗാനങ്ങൾ ശൈലേന്ദ്രയാണ്. ഒരു പ്രസ്ഥാനത്തിനും ഇങ്ങനെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യമില്ല. നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുണ്ട്. സ്വാതന്ത്ര്യം കൈവരിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാടക, സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്നത്, അതിൻ്റെ ചുക്കാൻ പിടിച്ചത്, അതിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളായി മാറിയത് ഇപ്റ്റയുടെ പ്രവർത്തകരായിരുന്നു. പോലീസിൻ്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്ന്
അങ്ങനെ മാറിയ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരുപാട് കലാകാരന്മാരും കലാകാരികളുമാണ് പിൽക്കാലത്ത് 1950-കൾ മുതലുള്ള ഇന്ത്യൻ ചലച്ചിത്രവേദിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇപ്റ്റയിൽ ജന്മമെടുത്തവരോ ഇപ്റ്റയിൽ നിന്ന് പ്രചോദനം കൊണ്ടവരുമാണ്. 1940-കളിൽ അവതരിപ്പിച്ച നാടകങ്ങൾ നമ്മുടെ മലയാളികൾക്ക് അതിനകത്ത് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു നർത്തകൻ, അദ്ദേഹം ഒരു കാലത്ത് ഒരു 70-കൾ വരെയുള്ള അല്ലെങ്കിൽ 80-കൾ വരെയുള്ള കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എന്ന് പറയുന്നതാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിലെ പ്രശസ്തയായ നായിക കഥാപാത്രമായ മാലയെ അവതരിപ്പിച്ച സുധർമ്മ. ഈ കലാമണ്ഡലം ഗംഗാധരൻ ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ കലാമണ്ഡലത്തിൽ പഠിച്ച് കഥകളി അഭ്യസിച്ചതിന് ശേഷം കലാരംഗത്തേക്ക് കടക്കുന്നത് ഇപ്റ്റയിലൂടെയാണ്. ഇപ്പോൾ ഞാൻ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഘട്ടമായി പിന്നെ ഇപ്റ്റ വളരെ സജീവമായി രംഗത്തിറങ്ങിയത് നാവികലഹള നടക്കുന്ന സമയത്താണ്. നാവികലഹള എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കലാശക്കൊട്ടെന്ന് പറയാം. അത് നടക്കുന്ന സമയത്ത് ഇപ്റ്റയുടെ കലാകാരന്മാർ നാവിക സേനയിലെ പൊരുതുന്ന യുവാക്കളോടൊത്ത്, പൊരുതുന്ന പട്ടാളക്കാരോടൊത്ത് പിന്നെ ഈ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ബോംബെയിലെ തെരുവുകളിലൂടെ നടന്നവരാണ് ബൽരാജ് സായിനിയുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ അത് കഴിഞ്ഞാണ് വർഗീയലഹള ഉണ്ടാകുന്നത്. ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച ആ വർഗീയലഹള ഉണ്ടാകുന്ന സമയത്ത് ബോംബെയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പരസ്യമായി അല്ലെങ്കിൽ അങ്ങോട്ട് പിന്നെ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇപ്റ്റയുടെ വലിയ വാൻ കൊണ്ടുപോയിട്ട് അതിൻ്റെ പുറകിലുള്ള വലിയ ആ ലോറി പോലെയുള്ള ആ പുറകുവശം തുറന്നിട്ട് അതൊരു സ്റ്റേജാക്കി അതിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന, അതായത് സംഘടന നടക്കുന്ന ഒരു സംഘർഷബാധിതമായ പ്രദേശത്തിൻ്റെ ഒത്ത നടുക്ക് പോയി അവിടെ ചെന്ന് നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുകയായിരുന്നു ഇപ്റ്റ ചെയ്തത്. ഇന്നൊന്നും ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ഇപ്റ്റ വഹിച്ച പങ്ക്, സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യം നമുക്ക് കരഗതമാകും എന്നുള്ള ഘട്ടത്തിൽ ഇന്ത്യ രണ്ടായിത്തീരുന്ന ഘട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നമ്മുടെ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം അതിൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലമായിരുന്നു. അതൊന്നും കൂടെ ആലോചിക്കണം. ആ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ അന്ന് ഹിന്ദുക്കളെ അണിനിർത്തി ഹിന്ദു മഹാസഭ ഉണ്ടാക്കി, RSS ഉണ്ടാക്കി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകാനുള്ളവരല്ല എന്നുള്ള സന്ദേശവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്റ്റയും അവിടെ നേരിട്ട് ആ സംഘർഷ രംഗത്ത് ഉണ്ടായിരുന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളൊരു നാടകത്തെക്കുറിച്ച് നമുക്ക് വളരെ അഭിമാനത്തോടെ നമ്മൾ ഓർക്കുന്ന ഒരു നാടകമാണ്. അതുപോലെ തന്നെ മറ്റൊരു നാടകം ബംഗാളിൽ ഉണ്ടായി. നബാന എന്നാണ് അതിൻ്റെ പേര്. നബാന, പുതിയ വിളവ് എന്നുള്ളതാണ്. ആ നബാന എന്നുള്ള നാടകം അവതരിപ്പിക്കുമ്പോൾ അന്ന് ബംഗാൾ ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കർഷക കുടുംബത്തിനുണ്ടായിട്ടുള്ള ദുരന്തത്തിനെ കുറിച്ചാണ് നാടകം പറയുന്നത്. ഈ നാടകത്തെ മറ്റ് ചില കഥാസന്ദർഭങ്ങളെല്ലാം കൂടി ചേർത്ത് പിൽക്കാലത്ത് ഇപ്റ്റ ഒരു ചലച്ചിത്രം നിർമ്മിച്ചു. ഇപ്റ്റ നിർമ്മിച്ച ഏക ചലച്ചിത്രം അതായിരുന്നു. തർത്തിക്കേലാൽ K. അബ്ബാസ് സംവിധാനം ചെയ്ത നിർഭാഗ്യവശാൽ ആ സിനിമ പുറത്തിറങ്ങിയ ദിവസം ആണ് ബോംബെയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെടുകയും വർഗീയലഹള പൊട്ടിപ്പുറപ്പെടുകയും ആ സിനിമ ഒരു പ്രദർശനശാലയിൽ പോലും എത്താതിരിക്കുകയും ചെയ്തു. 1953 ബോംബെയിൽ നടന്ന അതിൻ്റെ 3ാമത്തെ സമ്മേളനത്തിൽ വെച്ചാണ് ഇവിടുന്ന് പോയ കലാകാരന്മാർ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിച്ചത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി PSC ആരംഭിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ നാടകം നിരോധിക്കപ്പെട്ടു. അന്ന് തിരുക്കൊച്ചിയിലെ ഗവൺമെൻറ്, പിന്നെ AJ ജോണിൻ്റെ ഗവൺമെൻറ് ആ നാടകം നിരോധിച്ചു. അങ്ങനെ നിരോധിക്കപ്പെട്ട നാടകവുമായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കളിച്ചെങ്കിലും പിന്നെയും അത് ഒരു കേസ് കൊടുത്തിരിക്കുകയായിരുന്നു KPSC. അങ്ങനെ ആ സമയത്താണ് ഇപ്റ്റയുടെ സമ്മേളനം ബോംബെയിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ കലാകാരികൾ എല്ലാവരും കൂടെ ട്രെയിനിൽ ബോംബെയിലേക്ക് പോയി അവിടെ ചെന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിലെ കുറച്ച് രംഗങ്ങൾ അവിടെ അവതരിപ്പിച്ചു. വളരെ വ്യാപകമായ പ്രശംസ നേടി. അന്ന് അവിടെ ഏറ്റവും മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ട ദലീൽ എന്നുള്ള നാടകത്തിൻ്റെ സംവിധായകൻ പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താണ് സത്യജിത്ര എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മറ്റൊരു പേരായി മാറി ഋതു കട്ടക്. ഇപ്റ്റയുടെ മറ്റൊരു പ്രവർത്തകൻ ഉത്പൽ ദത്ത് എന്നുള്ള നടൻ. നമുക്കറിയാം ഉത്പൽ ദത്തിൻ്റെ പല ചിത്രങ്ങളും. നേരത്തെ ഇവിടെ ചിച്ചോറിനെ കുറിച്ച് പറഞ്ഞു. AK ഹംഗളുടെ മറ്റൊരു സിനിമ നിങ്ങൾക്ക് ഷോലെ കണ്ടിട്ടുള്ളവർക്ക് അതിനകത്തെ മൗലവിയുടെ രൂപം ഓർമ്മ വരും. ഇപ്റ്റയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്റ്റ എന്ന് നമ്മൾ ഓർക്കേണ്ടത്. ഇപ്റ്റയുടെ ചരിത്രം ഒരു ചെറിയ പുസ്തക രൂപത്തിൽ ഞാൻ പല സംഭവങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. രക്തവസന്ത കാലം എന്നാണ് അതിന് പേരിട്ടത്. സിനിമയിൽ സത്യജിത് റേ ഉൾപ്പെടെ മൃണാൾ സെൻ ഇപ്റ്റയുടെ ഒരു പ്രവർത്തകനായിരുന്നു.
ബംഗാളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ഇപ്റ്റയുടെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഇപ്റ്റയുടെ പ്രവർത്തകരായിരുന്നു. എം പി ശ്രീനിവാസനെ ONV കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എം പി ശ്രീനിവാസനെ കാണുന്ന ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ, കണ്ണടധാരിയായ ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ കതിരെറുപ്പവും എന്നൊരു പാട്ട് പാടിക്കൊണ്ട് 1953 ഇപ്റ്റയുടെ ഇപ്റ്റയുടെ സമ്മേളനത്തിൽ അരങ്ങത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ONV അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെട്ട കഥ ONV എഴുതുന്നുണ്ട്. ഹാർമോണിയം വായിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വരെ നയിച്ചുകൊണ്ട് ബോംബെയിലെ തെരുവിധികളിലൂടെ ഇപ്റ്റയുടെ പ്രവർത്തകർ അന്ന് അവരുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് പോയവരുടെ കൂട്ടത്തിൽ ONV കുറുപ്പും G ജനാർദ്ദനക്കുറുപ്പും KS ജോർജും K സുലോചനയും ഉണ്ടായിരുന്നു. കാമ്പിശ്ശേരി കരുണാകരൻ ഉണ്ടായിരുന്നു. O മാധവൻ ഉണ്ടായിരുന്നു. ഇപ്റ്റ ഉണ്ടാക്കിയ ഒരു വലിയൊരു ഇപ്റ്റയുടെ വേദിയിൽ വെച്ചാണ് ആദ്യമായി കോറസ് എന്നൊരു സംഗീത രൂപം ഇവർ പരിചയപ്പെടുന്നത്. തിരിച്ച് ട്രെയിനിൽ കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് ONV എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് ആദ്യത്തെ കോറസ് KPSC പ്രാക്ടീസ് ചെയ്തു. ആ ട്രെയിനിൽ വെച്ചാണ് KPSCയുടെ ഗായകർ കോറസ് പഠിക്കുന്നത്. നമ്മളൊന്നാണ് പാടാം, നമ്മളൊന്നാണ് എന്നായിരുന്നു ആ പാട്ട്. ആ പാട്ടാണ് അവരാദ്യമായി അവതരിപ്പിക്കുന്ന കണ്ണൂർ. അവർ നേരെ വന്നിറങ്ങുന്ന കിസാൻ സമ്മേളനത്തിലാണ്. കിസാൻ സമ്മേളനത്തിൽ KPSC അവതരിപ്പിച്ചത് ഇപ്റ്റയിൽ നിന്ന് പ്രചോദനം കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോറസാണ്. ഇന്ത്യയെ വർഗീയത കീഴടക്കി കഴിഞ്ഞു. ഇന്ന് വർഗീയതയുടെ മുഖങ്ങളായ അവർക്ക് ഒരുപാട് കലാപ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും നമുക്കറിയാം. ഈ ഭജനുകൾ ഉണ്ടാവുന്നു. ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഭജൻ എന്നൊരു സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു ഭജനയുടെ സംഘം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിൻ്റെ പേരിൽ അവർ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ആലോചിക്കണം, ഭജന എന്ന് പറയുന്ന പോലും ഒരു മതത്തിൻ്റെ മാത്രമേ പാടാവൂ എന്നുള്ള രീതിയിലോട്ട് ഇത് മാറിക്കഴിഞ്ഞു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ഇവിടെ അവതരിപ്പിക്കാൻ പോകുമ്പോൾ അമ്പലങ്ങളിൽ അവതരിപ്പിക്കാൻ അവരെ അനുവദിക്കാറില്ല. KPSCയുടെ ഏറ്റവും ഒടുവിലത്തെ നാടകം ഭഗവന്തി, അത് അധികം കളിച്ച നാടകമല്ല നിർഭാഗ്യവശാൽ. അതിനകത്ത് പറയുന്നത് ഒരു ആദിവാസി, ഒരു ദളിത് യുവതി നഗ്നയായി നടത്തപ്പെടുകയാണ്. അവർ ഒരു ഉത്തരേന്ത്യയിലെ ഈ ജമീന്ദാറുടെ അല്ലെങ്കിൽ അതുപോലുള്ള ഇന്നത്തെ RSS അത്തരം എന്താ പറയുക ഒരു ഗൂണ്ടാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവളെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തുകയാണ് കുടുംബത്തിൻ്റെ മുമ്പിൽ വെച്ച്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രചോദനം കൊണ്ടൊരു നാടകം അവതരിപ്പിക്കുകയാണ്. ആ നാടകം അവതരിപ്പിക്കുമ്പോൾ അത് പിന്നെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് ആ നാടകത്തിൻ്റെ അവതരണം മാറുകയാണ്. ആളുകളെല്ലാം കൂടെ ചേർന്ന് ആ നാടകത്തിലെ നടിയെ തന്നെ ഭീകരമായി അവഹേളിക്കുന്ന, അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ മാനഭംഗം ചെയ്യുന്ന രീതിയിലേക്ക് പോവുക. അവിടെ നിന്നാണ് ഇതിനിയും ആവർത്തിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ നാടക സംഘം മുന്നോട്ട് പോകുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പലയിടങ്ങളിലും നാടകം കളിച്ചില്ല. ഉത്സവപ്പറമ്പുകളിൽ കളിക്കാൻ സമ്മതിക്കില്ല. ഉത്സവപ്പറമ്പുകളിൽ എങ്ങനെയാണ് ഒരു വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു ഹിന്ദുത്വത്തെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. അതൊന്നും കളിക്കാൻ പറ്റില്ല. KPSCയുടെ പ്രധാനപ്പെട്ട നാടകങ്ങളൊന്നും നമുക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതേസമയം ഭജനയുടെ പേരിൽ നമുക്ക് എത്ര വേദികൾ വേണമെങ്കിലും കിട്ടും. ഇപ്റ്റ അവതരിപ്പിക്കുന്ന പാട്ടുകൾ, ഇപ്റ്റ അവതരിപ്പിക്കുന്ന മറ്റ് നൃത്ത സംഗീത പരിപാടികളൊക്കെ തന്നെയും അതുകൊണ്ടാണ് കൂടുതൽ പ്രസക്തമായി തീരുന്നത്. നമ്മൾ സിനിമാ പാട്ടുകൾ മാത്രം പാടിയാൽ പോരാ, KPSCയുടെ പഴയ നാടകഗാനങ്ങൾ മാത്രം പാടിയാൽ പോരാ, അതൊക്കെ പാടണം. അത് പാടുമ്പോൾ തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ, കാലഘട്ടത്തിൻ്റെ സന്ദേശം പേർന്ന, ഇന്ന് വർഗീയതയ്ക്കെതിരെ നേർക്ക് നിന്ന് ചോദ്യം ചെയ്യുന്ന കലാരൂപങ്ങൾ അവതരിപ്പിക്കണം, പാട്ടുകൾ പാടണം, നൃത്യങ്ങൾ അവതരിപ്പിക്കണം, നാടകങ്ങൾ അവതരിപ്പിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുക എന്നുള്ള ചോദ്യം നിങ്ങളെപ്പോലെയാണ് എനിക്കുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ എപ്പോഴാണ് ഇപ്റ്റ പണ്ടത്തെ ആ സമരവീര്യത്തോടെ പ്രവർത്തിക്കേണ്ടത് എന്നും കൂടി ആലോചിക്കണം. പ്രതിലോമപരമായ ഒരുപാട് കാര്യങ്ങൾക്കെതിരെയുള്ള സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് ഇപ്റ്റ. അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ അതിൽ സജീവമായി പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.